ഒരുപാട് മിഥ്യാധാരണകളുള്ള ഒരു കണ്ടീഷനാണ് തൈറോയ്ഡ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഹൈപ്പർ ഗോയിറ്റർ ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഒന്നിന് വേണ്ടിയുള്ളതായിരിക്കില്ല ചിലപ്പോൾ മറ്റൊന്നിന് വേണ്ടിയുള്ളത്. എന്നാൽ എല്ലാത്തിനെയും തൈറോയ്ഡ് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ചെറിയ ചെറിയ മിഥ്യാധാരണകൾ ഇതിൽ നിലവിലുണ്ട്. ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരം തൈറോയ്ഡ് ഡിസോർഡറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഡോക്ടർ ആമിന, QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. തൈറോയ്ഡ് എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം, നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഒരു ഗ്രന്ഥിയാണ്. അപ്പോൾ ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളിൽ വരുന്ന വ്യത്യാസം കാരണമാണ് തൈറോയ്ഡ് ഡിസോർഡർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് T3 T4 എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയൊക്കെ ഒരു 10-15 വർഷം മുമ്പ് നമ്മൾ ബുക്കിൽ മാത്രമാണ് കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് പേർക്ക് 10ൽ ഒരാൾക്കൊക്കെ തൈറോയിഡിൻ്റെ ഡിസോർഡർ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതിന് പ്രധാനമായും കാരണം മാറി വന്ന ജീവിതശൈലിയും അന്തരീക്ഷ മലിനീകരണവും കൂടി വന്ന സ്ട്രെസ്സും തന്നെയാണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു ഗ്ലാൻഡ് അല്ല. നമ്മുടെ ശരീരത്ത് എല്ലാ അവയവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡിപ്പെൻഡാണ്. ഇപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് ബ്രെയിനുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. തൈറോയ്ഡ് ഗ്ലാൻഡ് വെറുതെ ഒറ്റയ്ക്ക് T3 T4 സെക്രീറ്റ് ചെയ്യില്ല. ഇത് തലാമസ്, ബ്രെയിനിലുള്ള ഹൈപ്പോതലാമസ് പറയണം ഇതിന് എടുത്ത് സെക്രീറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഹൈപ്പോതലാമസിനോട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പറയണം. ഹൈപ്പോതലാമസ് TSH സെക്രീറ്റ് ചെയ്ത് ആ ഒരു മെസ്സേജ് തൈറോയിഡിലേക്ക് എത്തിക്കാനായിട്ട് പിറ്റ്യൂട്ടറി പറയണം. പിറ്റ്യൂട്ടറി TRH സെക്രീറ്റ് ചെയ്യും, ഹൈപ്പോതലാമസ് TSH സെക്രീറ്റ് ചെയ്യും, തൈറോയ്ഡ് ഗ്രന്ഥി T3 T4 സെക്രീറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തൈറോയിഡിൻ്റെ മാത്രം ഹെൽത്ത് നോക്കിയിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ മെൻ്റലി റിലാക്സ്ഡ് ആയിട്ടിരുന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള T3 T4ൻ്റെ സെക്രീഷനും ഹോർമോണൽ ബാലൻസും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് ഉറക്കം കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ ഹൈപ്പോതൈറോയിഡിസം കണ്ടുവരുന്നത്. ഹൈപ്പോതൈറോയിഡിസത്തിൽ T3 T4 കുറയുകയും ആ സാഹചര്യത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഹൈപ്പോതലാമസ് TSH കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ ഹൈപ്പർ തൈറോയിഡിസത്തിൽ T3 T4 കൂടിയ ലെവലിലാണ് ഗ്രന്ഥി കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ TSH പിന്നെ ഉൽപ്പാദിപ്പിക്കാതെ വരും. അതുപോലെ ഗോയിറ്ററിലാണെങ്കിൽ നൊഡ്യൂൾസ് ആണ് രൂപപ്പെടുന്നത്. ഈ ഒരു തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നൊഡ്യൂൾസ് രൂപപ്പെട്ടിട്ട് അതിൻ്റെ പിന്നെ ഫങ്ഷൻസിനൊക്കെ വേരിയേഷൻ വരും. ഈ നൊഡ്യൂൾസ്, ഈ കുരുക്കൾ 90% ബിനൈൻ ആയിരിക്കും, ക്യാൻസറസ് ആയിരിക്കില്ല. എന്നാൽ 10% ക്യാൻസർ ആവാനും സാധ്യതയുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, റേഡിയോ ആക്റ്റീവ് അയഡിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്ത് 100% ക്യൂർ ചെയ്യുന്നുമുണ്ട്. കുട്ടികളിലെ തൈറോയ്ഡ് ഡിസോർഡർ കണ്ടുവരാറുണ്ട്. അപ്പോൾ അത് നല്ല ആക്റ്റീവ് ആയിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് ഗ്ലൂമി ആയി മാറുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ക്രിറ്റിനിസം എന്നാണ് ഈ ഒരു കണ്ടീഷന് പറയുന്നത്. അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡീസിലും ഇതുപോലെ തൈറോയ്ഡ് ഡിസോർഡർ ആ ഒരു പീരിയോഡിക്കലി കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ മരുന്നൊക്കെ എടുത്ത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിവൈകല്യം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളിൽ കണ്ടുവരുന്ന ക്രിറ്റിനിസത്തിൽ കുട്ടികൾക്ക് ബുദ്ധിവൈകല്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് തൈറോയ്ഡ് ഡിസോർഡർ നിലവിലുള്ളത്. ഹൈപ്പോതൈറോയിഡിസത്തിനെ കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. മിക്കുള്ളവർക്കും വരുന്നത് ഹൈപ്പോതൈറോയിഡിസം ആണ്. അവർക്ക് കൂടുതലായിട്ടും വെയിറ്റ് ഗെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അലസത, മടി, മുടി കൊഴിച്ചിൽ അങ്ങനെയൊക്കെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഒത്തിരി മുടി കൊഴിയുന്നുണ്ടെങ്കിൽ എപ്പോഴും ഡോക്ടേഴ്സ് പറയുന്നതാണ് തൈറോയിഡ് ഫംഗ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഹൈപ്പോതൈറോയിഡിസത്തിൽ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് കോൾഡ് ഇൻടോളറൻസ് ഉണ്ടാവും. തണുപ്പ് പെട്ടെന്ന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഈ ഒരു ഹൈപ്പോതൈറോയിഡിസത്തിൽ കാണാറുണ്ട്. എന്നാൽ ഹൈപ്പർ തൈറോയിഡിസം കുറവ് ആൾക്കാരിലാണ് കാണുന്നത്. ഇവർ മെലിഞ്ഞു പോവലാണ് പതിവ്. അതുപോലെ തന്നെ ഇവർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കണ്ണ് പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഒരു പ്രകൃതമായിരിക്കും. ഇവർ പെട്ടെന്ന് സ്ട്രെസ് എടുക്കുന്ന കൂട്ടത്തിലായിരിക്കും. പെട്ടെന്ന് ആൻഷ്യസ് ആവും, നെർവസ് ആവും. മുടിക്കൊന്നും വലിയ കുഴപ്പം ഇവർക്ക് ഉണ്ടാവില്ല. ഇവർക്ക് നല്ല വിശപ്പുണ്ടാവും, പക്ഷേ എത്ര കഴിച്ചാലും ഇവർ തടി വെക്കില്ല. വിറയലുണ്ടാവും. കൈ ഇങ്ങനെ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൈ വിറയ്ക്കുന്നുണ്ടാവും.
അപ്പോൾ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുമ്പം T3 T4 കൂടുതലാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ ഈ ഒരു പ്രശ്നങ്ങളും കാണിക്കാത്ത ഒരു കണ്ടീഷൻ ഉണ്ടാവും, അത് തൈറോയ്ഡ് ആൻറ്റിബോഡീസ് ആയിരിക്കും അതിൽ കൂടുതൽ. ഇതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ തൈറോയ്ഡ് ആൻറ്റിബോഡീസ് കൂടുതലുള്ള കണ്ടീഷൻസ് കാണാറുണ്ട്. ഇത് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ആണ്. തൈറോയിഡിനെതിരെ നമ്മുടെ ബോഡി തന്നെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇതാണെങ്കിലും നമ്മൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ ഇത് കുറഞ്ഞു കിട്ടുള്ളൂ. ഹൈപ്പർ തൈറോയിഡിസത്തിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവർ അയഡൈസ്ഡ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനേ പാടില്ല. ഷെൽ ഫിഷ് അതുപോലെ തന്നെ സീവീഡ് ഇത്തരം കാര്യങ്ങൾ ഇവർ ഉപയോഗിക്കാൻ പാടില്ല. ഡയറി, എഗ് യോക്ക്, ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, കഫീൻ, അങ്ങനെ സാധാരണ അൺഹെൽത്തി ആയിട്ടുള്ളത് ഒന്നും ഇവർ എടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ബ്രസിൽ നട്ട് നമ്മളെപ്പോഴും തൈറോയ്ഡ് പേഷ്യൻസിന് നല്ലതാണെന്ന് പറയും. എന്നാൽ ഈ ഒരു ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ അവർ എടുക്കരുത്. സോയ് അടങ്ങിയിട്ടുള്ള കണ്ടൻസും അവർ എടുക്കാൻ പാടില്ല. ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർ എടുക്കേണ്ട ഭക്ഷണങ്ങൾ, അവർക്ക് ലീൻ പ്രോട്ടീൻ എടുക്കുന്നത് നല്ലതാണ്, ചിക്കനൊക്കെ എടുക്കുന്നത് നല്ലതാണ്, ബ്രോക്കോലി എടുക്കുന്നത് നല്ലതാണ്, അതുപോലെ തന്നെ മഷ്റൂംസ് എടുക്കുന്നത് നല്ലതാണ്. ഒരു വൈറ്റമിൻ ഡി, അയറൺ, കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മിനറൽസ് ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള സീഡ്സ് കൂടി അവർ എടുത്തിരിക്കണം. ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർ അവോയ്ഡ് ചെയ്യേണ്ടത് ക്രൂസിഫറസ് വെജിറ്റബിൾസ്, ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഫുഡ്, അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ആഡഡ് ഷുഗർ, ഇങ്ങനെയൊക്കെ ഉള്ളത് അവോയ്ഡ് ചെയ്യണം. ക്രൂസിഫറസ് വെജിറ്റബിൾസ് പറയുമ്പോൾ ക്യാബേജ് ഒക്കെ നമ്മളൊന്ന് സോട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഒരു ചെറിയ ക്വാണ്ടിറ്റി ഉൾപ്പെടുത്തുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഒരു ഗോയിറ്ററോജെനിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കുറച്ച് കുറഞ്ഞു കിട്ടും. അതുപോലെ സോയ് കഴിക്കുന്നത് ഇവർക്ക് നല്ലതല്ല. ആൽക്കഹോൾ എടുക്കുന്നതും രണ്ട് കൂട്ടർക്കും നല്ലതായിട്ട് വരില്ല. ഇവരെടുക്കേണ്ട ഫുഡ് എന്ന് പറയുന്നത് മീറ്റ്, ഹോൾ എഗ്, സാൽമൺ, ട്യൂണ, അതുപോലെ മഷ്റൂംസ്, ബ്രോക്കലീസ്, ചിയാ സീഡ്, ഇത്തരം ഫുഡൊക്കെ അവർ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഗോയിട്രോജനിക്കിൽ വരുന്നതാണ് ക്യാബേജ്, ബ്രോക്കലി, റാഡിഷ് ഒക്കെ. എന്നാൽ ബ്രോക്കലി, റാഡിഷ് ഇതൊക്കെ വേവിച്ചിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. എന്നാൽ സ്പിനാച്ച്, ചീര വർഗ്ഗത്തിലുള്ളത് ഈ രണ്ട് തൈറോയിഡുകാർക്കും നല്ലതല്ല. അതുപോലെ സ്ട്രോബെറീസ്, കപ്പലണ്ടി, നിലക്കടല, പിന്നെ പീച്ചസ്, ഇതും ഈ ഒരു ഗോയിട്രോജനിക് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതും നിങ്ങൾക്ക് എടുക്കുന്നത് നല്ലതല്ല. ഇനി നിങ്ങൾക്ക് ഇത് എടുക്കണം നിർബന്ധമുള്ളവരാണെങ്കിൽ അത് കുക്ക് ചെയ്തെടുക്കുക. ഓവർ കുക്ക് ചെയ്യേണ്ട, ആവശ്യത്തിന് കുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ചെറിയൊരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. കുക്ക് ചെയ്യുമ്പോൾ ആ ഗോയിട്രോജനിക് പ്രോപ്പർട്ടി കുറേ അധികം കുറഞ്ഞു കിട്ടും. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നല്ല ക്വാണ്ടിറ്റിയിൽ വെള്ളം കുടിക്കുകയും നല്ല ഉറക്കം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ ഡിസോർഡർ ഉള്ളവർ നല്ല രീതിയിൽ നെക്കിന് എക്സസൈസ് ചെയ്ത് കൊടുക്കണം. നെക്ക് മുകളിലേക്ക് പൊക്കുകയും താഴ്ത്തുകയും സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും ഒക്കെ ചെയ്യുന്ന ലൂസനിങ് എക്സസൈസിൽ വരുന്ന നെക്ക് എക്സസൈസ് പ്രത്യേകമായിട്ട് എവറിഡേ ചെയ്യണം. യോഗാസനയിലാണെങ്കിൽ നിങ്ങൾക്ക് സീതുബന്ധാസന, മത്സ്യാസന പോലെയുള്ള നെക്ക് സ്ട്രെച്ച് കിട്ടുന്ന ഉഷ്ട്രാസന പോലെയുള്ള ആസനകൾ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, തൈറോയിഡിന് ഡിസോർഡർ ഉള്ളവർ ന്യൂട്രൽ ത്രോട്ട് പാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു വ്യത്യാസം കാണാൻ പറ്റും. അതായത് കഴുത്തിന് ചുറ്റും നിങ്ങളൊരു ന്യൂട്രൽ ടെമ്പറേച്ചറിലുള്ള ടവൽ റാപ്പ് ചെയ്ത് 20 മിനിറ്റ്സ് ഇരിക്കുകയാണെങ്കിൽ ദിവസവും നിങ്ങളുടെ തൈറോയിഡ് ഫങ്ഷൻസ് നോർമലായിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തൈറോയിഡ് ഉള്ള ആളുകൾക്ക് ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ തൈറോയിഡിലെ ഹോർമോൺസിലുള്ള വേരിയേഷൻസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് തൈറോയിഡ് വേരിയേഷൻസിനെ കുറിച്ച്, തൈറോയിഡ് ഡിസോർഡേഴ്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.